ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ബ്രസീൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയത്. ഡാനിലോ സാന്റോസ്, അതുപോലെ തന്നെ ഇഗോർ തിയാഗോ, അതുപോലെ തന്നെ ഗബ്രിയേൽ മാർട്ടിനെല്ലി എന്നിവരാണ് ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടിയത്. ബ്രസീൽ അർഹിച്ച ഒരു വിജയമാണ് ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ എൻട്രിക്ക് മികച്ച പ്രകടനമാണ് നടത്തിയത്. മത്സരത്തിൻ്റെ അവസാനത്തിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നിട്ട് എൻട്രിക്ക് ആ പെനാൽറ്റി എടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ സമയത്താണ് കാർലോ ആഞ്ചലോട്ടി ആ പെനാൽറ്റി ഇഗോർ തിയാഗോക്ക് കൈമാറാൻ ആവശ്യപ്പെടുന്നത്. അത് പ്രകാരം എൻട്രിക്ക് പെനാൽറ്റി കൈമാറി ഇഗോർ തിയാഗോ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എൻട്രിക്കിനെ പെനാൽറ്റി എടുക്കാൻ സമ്മതിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇഗോർ തിയാഗോക്ക് കൈമാറാൻ പറഞ്ഞത്? അതിനുള്ള ഒരു വിശദീകരണം അതിപ്പോൾ കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിലെ പെനാൽറ്റി ടേക്കർ അത് മാത്യൂസ് കുഞ്ഞയും ഇഗോർ തിയാഗോയുമായിരുന്നു. അത് പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ ഈ മത്സരത്തിലെ പെനാൽറ്റി ടേക്കർ അത് മാത്യൂസ് കുഞ്ഞയായിരുന്നു. പക്ഷെ അദ്ദേഹം പിൻവാങ്ങിയതിനു ശേഷം പെനാൽറ്റി ടേക്കറുടെ റോൾ അത് ഇഗോർ തിയാഗോയിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം മികച്ച ഒരു പെനാൽറ്റി ടേക്കറാണ്. ഇന്നലെ ഞങ്ങൾ പെനാൽറ്റി എടുക്കുന്നത് പരിശീലിച്ചിരുന്നു. അവിടെ അദ്ദേഹം നല്ല രീതിയിൽ പെനാൽറ്റികൾ എടുത്തു. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് പെനാൽറ്റി ടേക്കറുടെ റോൾ അത് ഇഗോർ തിയാഗോക്കായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എൻട്രിക്കിനോട് പെനാൽറ്റി കൈമാറാൻ പറഞ്ഞത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം. ഏതായാലും പകരക്കാരനായി വന്ന എൻട്രിക്കിന്റെ ഒരു മികവിലാണ് ബ്രസീൽ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു പെനാൽറ്റി നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് പിന്നാലെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാനും അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കഴിഞ്ഞു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.